മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ശാന്തമ്മ ചേച്ചിയും ശാന്തമ്മ ചേച്ചിയുടെ നാത്തൂനും നല്ല തിരക്കിലാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ ചക്കയൊന്നും ഇപ്പോൾ പാഴായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. നമ്മുടെ വിപണിയിലുള്ള പല മെമ്പേഴ്സ് ചക്കയൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പല വീടുകളിലും കാണുന്നത്. പല വീടുകളിലും സംരംഭകരോടൊപ്പം അനേകം ആൾക്കാർ ജോലി ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. നമ്മുടെ ശാന്തമ്മ ചേച്ചി തന്നെ പറയുന്നത് ശാന്തമ്മ ചേച്ചിയുടെ തുണയാണ്, ശാന്തമ്മ ചേച്ചിയുടെ കരുത്താണ് സരസമ്മ ചേച്ചി എന്നാണ് പറയുന്നത്. രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചക്കയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ചക്കയുടെ അധികം വരുന്ന മടലോ ഒന്നും വേസ്റ്റ് ആകുന്നുമില്ല. അതിവിടെ അടുത്തുള്ള വീടുകളിലെ ഈ ക്ഷീര കർഷകർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധനം പോലും നമ്മുടെ നാട്ടിലെ പാഴാകാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മുറ്റത്തിരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. വളരെ വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് ഈ ഭാഗമൊക്കെ സംരക്ഷിച്ചിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ആണ് ഇവിടെ പാചകം ചെയ്യുന്നത്. ഉപ്പേരിയൊക്കെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. വിറകൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ഇതേപോലെ തന്നെ വിറകടുപ്പൊക്കെ ഉപയോഗിച്ചായിരുന്നല്ലോ നമുക്ക് ഇതുപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം ആ കാലഘട്ടത്തിലേക്ക് ഒരു തിരികെ പോക്ക്, അതാണ് ഇപ്പം ശാന്തമ്മ ചേച്ചിയുടെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 ചക്കയോളം ശാന്തമ്മ ചേച്ചിയും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉപ്പേരിയാണ് വറുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടത്തിന് ചക്കക്കുരുവുണ്ട്. കുറച്ച് ശാന്തമ്മ ചേച്ചി എനിക്ക് അത്രയൊന്നും വേണ്ട, അയ്യോ കുറച്ച് മതി. ശാന്തമ്മ ചേച്ചി എടുക്കുന്ന കുറച്ച് ചക്കക്കുരുവും കൂടെ കൊണ്ടുപോകാണ്. വീട്ടിൽ വെച്ചിട്ട് ചക്കക്കുരുവൊക്കെ കറി വെക്കാമല്ലോ. ആ കൂട്ടത്തിൽ ഇതിനകത്തുനിന്ന് ഒരു 10 ചക്കക്കുരുവെങ്കിലും എടുത്ത് ഞാൻ വളർത്താൻ പോവാണ്. അത് വളർത്തി ഏതെങ്കിലും പൊതുസ്ഥലത്ത് കൊണ്ടു നടും. തീർച്ചയായിട്ടും ഈ നമുക്ക് ഈ പ്ലാവിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ വലിയ സംരക്ഷണമൊന്നും വേണ്ട, കാട് കയറാതെ നോക്കിയാൽ മതി. ശാന്തമ്മ ചേച്ചി നല്ല തിരക്കിലാണ്. ചക്കയ്ക്ക് അരിയുന്നു, ഇവിടെ ഉപ്പേരി അവിടുന്ന് കോരുന്നു. ഇപ്പം ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, 1 കിലോ ഇപ്പം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ ഞങ്ങൾ ഒരു വാൽപ്പാറ ടൂറിന് പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് കുറിക്കാനായിട്ട് 1 കിലോ ഉപ്പേരി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത ടൂറുണ്ട് ജൂൺ മാസം 6-ാം തീയതി. സരസമ്മ ചേച്ചിയെ കൂടെ വിളിച്ചു, നമുക്കൊരു ബോട്ട് യാത്ര പോവാം കേട്ടോ. കയറത്തില്ലയോ? അത് ശരി, നടന്നേ പോകത്തില്ല, ഓട്ടോറിക്ഷയിൽ കയറത്തില്ലയോ? അത് ശരി, എന്നാ ഒരു മാറ്റം ആയിക്കൊണ്ടോ നോക്കുന്നു. ശാന്തമ്മ ചേച്ചി എവിടെയും പോകാൻ തയ്യാറല്ലേ? പിന്നല്ലാതെ ശാന്തമ്മ ചേച്ചി, എനിക്കും പറയാനുള്ളത് തന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിലുള്ള എന്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതേപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ചക്കയൊക്കെ എടുത്തും അല്ലെ മാങ്ങയൊക്കെ എടുത്തും നമ്മുടെ നാട്ടിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പൊതുവെ ഞാൻ കാണുന്ന കാഴ്ച അത് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ആയിരിക്കണം ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതേപോലെ ചക്കയിലവയാണേലും അല്ലെങ്കിൽ ഉപ്പേരിയാണെങ്കിലും ചക്ക ഉപ്പേരിയാണെങ്കിലും കപ്പ ഉപ്പേരിയാണെങ്കിലും എന്താണേലും നമ്മുടെ കൺമുമ്പിൽ വെച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് വിൽക്കുന്ന ഒരു പ്രവണതയല്ല നമ്മുടെ ഗ്രൂപ്പ് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്.